വീടുകളിൽ മാലിന്യം ശേഖരിക്കാനെത്തുന്ന ഹരിതകർമ്മ സേനാംഗങ്ങളെ വില കുറച്ച് കാണുന്നവരാണ് പല ആളുകളും. എന്നാൽ നമ്മുടെ നാടിനെ മാലിന്യമുക്തമാക്കുക എന്ന വലിയ ഒരു പദ്ധതിയുടെ ഭാഗമാണിവർ. അതേസമയം സോഷ്യൽ മീഡിയയിൽ വൈറലായ 2 ഹരിതകർമ്മ സേനാംഗങ്ങളുണ്ട്. ഇരുവരും ചെയ്ത ധീരമായ പ്രവൃത്തിയിലൂടെ തിരിച്ചു കിട്ടിയത് ഒരു 13 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയുടെ ജീവനും മാനവുമാണ്. ആലപ്പുഴ ജില്ലയിലെ നൂറനാട് നടന്ന സിനിമാ കഥയെ വെല്ലുന്ന ഒരു സംഭവമാണിത്. ഇരട്ട ചങ്കുള്ള വീട്ടമ്മമാർ എന്നാണ് ഇരുവരെയും സോഷ്യൽ മീഡിയ വിശേഷിപ്പിച്ചത്. നൂറനാട് ഇടക്കുന്നത്ത് വെച്ച് വൈകുന്നേരത്തോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. അന്ന് നല്ലൊരു മഴയുള്ള ദിവസമായിരുന്നു. സ്കൂൾ വിട്ട ശേഷം വിജനമായ സ്ഥലത്തുകൂടെ ഒറ്റയ്ക്ക് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു 13 വയസ്സുകാരിയായ പെൺകുട്ടി. എന്നാൽ ഈ കുട്ടി നടന്നു പോകുന്നതിനിടയിലാണ് റോഡ് സൈഡിൽ ഒരു സ്കൂട്ടറിൽ മഴക്കോട്ടും ഹെൽമറ്റും ധരിച്ചുകൊണ്ട് ഒരാൾ നിന്നിരുന്നത്. കുട്ടി അടുത്തെത്തിയ പാടെ ഇയാൾ തന്റെ നഗ്നത പെൺകുട്ടിക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുകയാണ് ആദ്യം ചെയ്തത്. തുടർന്ന് അവിടെ മറ്റാരുമില്ലെന്ന് മനസ്സിലായതോടെ പെൺകുട്ടിയെ ഇയാൾ ബലമായി പിടിച്ചു വലിക്കുകയും തൊട്ടടുത്തുള്ള ആളൊഴിഞ്ഞ വീട്ടിലേക്ക് കയറ്റാനായി ശ്രമിക്കുകയും ചെയ്തു. സമീപത്ത് നല്ല മഴയായിരുന്നതിനാൽ ആരും തന്നെ ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ അതേ സമയത്ത് തന്നെയാണ് അവിടേക്ക് ദൈവദൂതരെ പോലെ 2 ഹരിതകർമ്മ സേനാ പ്രവർത്തകരെത്തുന്നത്. കുട്ടിയെ വീട്ടിലേക്ക് കയറ്റുന്നത് ഇവർ കാണാനിടയാവുകയും രണ്ടുപേരും ചേർന്ന് ബഹളം വെക്കുകയുമായിരുന്നു. ഇതോടെ ഇയാൾ കുട്ടിയുടെ പിടിവിട്ട് സ്കൂട്ടറിൽ രക്ഷപ്പെടാനായി ശ്രമിച്ചു. സ്കൂട്ടർ എടുത്തുപോയതോടെ ഹരിതകർമ്മ സേനാ പ്രവർത്തകരായ മഞ്ജു സ്കൂട്ടറിലും ഷാലി ഹരിതകർമ്മ സേനയുടെ ഇലക്ട്രിക് ഓട്ടോറിക്ഷയിലും ഇയാളെ പിന്തുടർന്നു. തുടർന്ന് പറയംകുളം ജംഗ്ഷനിൽ സ്കൂട്ടർ ഒതുക്കിയ യുവാവിനെ മഞ്ജു പിടിച്ചു നിർത്തിയെങ്കിലും തള്ളിയിട്ട് സ്കൂട്ടർ ഓടിച്ച ഇയാൾ രക്ഷപ്പെട്ടു. താഴെ വീണ മഞ്ജുവിന് ചെറിയ പരിക്കും പറ്റിയിരുന്നു. ഇത് കണ്ട പുറകെ എത്തിയ ഷാലി ഒട്ടും പതറാതെ ഓട്ടോറിക്ഷയിൽ യുവാവിനെ പിന്തുടർന്നു. പാറ ജംഗ്ഷൻ പിന്നിട്ട് പടനിലം ജംഗ്ഷനിൽ എത്തിയപ്പോഴേക്കും ഷാലിയുടെ ഓട്ടോറിക്ഷയുടെ ബാറ്ററിയിൽ ചാർജ് തീർന്ന് നിൽക്കുകയായിരുന്നു. തുടർന്ന് 3 ദിവസങ്ങൾക്ക് ശേഷം ഇതുപോലുള്ള ഒരു സ്കൂട്ടർ നൂറനാടുള്ള ചായക്കടയ്ക്ക് മുന്നിലിരിക്കുന്നത് കണ്ട് സംശയം തോന്നിയ മഞ്ജു മൊബൈലിൽ പടമെടുക്കുകയായിരുന്നു. തുടർന്ന് ഇത് പോലീസിന് കൈമാറുകയും ചെയ്തു. ഇതിനിടയിൽ ഒരു ദിവസം പെൺകുട്ടിയുടെ പിതാവും സ്കൂട്ടറിൽ വരുമ്പോൾ വഴിയിൽ വെച്ച് പ്രതി സ്കൂട്ടറിൽ പോകുന്നത് കാണാനിടയാവുകയും ഇയാളെ പിന്തുടർന്ന് പെൺകുട്ടിയുടെ പിതാവിന് വാഹനത്തിൽ നിന്ന് വീണ് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അന്നും പ്രതി ഇവരുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടുപോയി. പിന്നീട് ആലപ്പുഴ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലും കൊല്ലം ജില്ലയുടെ വടക്കൻ മേഖലയിലും പരിശോധന നടത്തിയതിൽ പ്രതി ഉപയോഗിച്ചു വന്നിരുന്ന വാഹനത്തിന്റെ വ്യക്തമായ വിവരം ലഭിച്ചു. എന്നാൽ വാഹനം വ്യാജ നമ്പർ പ്ലേറ്റ് ഉപയോഗിച്ചാണ് ഓടിക്കൊണ്ടിരിക്കുന്നതെന്നും കണ്ടെത്തി. വീട്ടിൽ സ്ഥിരമായി താമസിക്കാത്ത ഇയാൾ പല സ്ഥലത്തും അലഞ്ഞു തിരിഞ്ഞു നടന്ന കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടു വരികയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. തുടർന്ന് പിറ്റേന്ന് വെളുപ്പിനെ കായംകുളം റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് റെയിൽവേ ഗർഡറുകൾക്ക് മുകളിൽ കിടന്ന് ഉറങ്ങുകയായിരുന്ന ഇയാളെ സാഹസികമായി പോലീസ് പിടികൂടി. പോലീസിനെ ആക്രമിക്കാൻ ശ്രമിച്ച പ്രതിയെ ബലമായി കീഴ്പ്പെടുത്തുകയും ചെയ്തു. ഭരണിക്കാവ് പള്ളിക്കൽ സ്വദേശി പ്രവീണിനെയാണ് നൂറനാട് പോലീസ് പിടികൂടിയത്. സംഭവത്തിന് പിന്നാലെ പെൺകുട്ടിയെ രക്ഷപ്പെടുത്താനും മറ്റൊന്നും നോക്കാതെ പ്രതിയെ പിടികൂടാനും ശ്രമിച്ച മഞ്ജുവിനും ഷാലിക്കും അഭിനന്ദന പ്രവാഹമായിരുന്നു. എന്തായാലും ഇരുവരും ചെയ്തത് ധീരമായ ഒരു പ്രവൃത്തി തന്നെയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.